നമ്മൾ ഈ ജനങ്ങൾക്ക് വേണ്ടി എത്ര എത്ര നല്ല കാര്യങ്ങൾ ചെയ്തതാ, എന്നിട്ടും അവന്മാരെന്താ നമ്മൾ തോപ്പിച്ചു കളഞ്ഞത് എന്ന സംശയം പണ്ട് സഖാവ് കോട്ടപ്പള്ളി പ്രഭാകരനും ഉത്തമനും തോന്നിയതാ. ഇപ്പോഴും ആ സംശയം മനസ്സിലിട്ട് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ശരിക്കും ജനങ്ങൾ എന്തുകൊണ്ടാണ് ഇടത് മുന്നണിയെ തോൽപ്പിച്ചത്? 2021 2016 സീറ്റ് അധികം കൊടുത്ത് 99 സീറ്റ് നൽകി അധികാരത്തിലേറ്റിയതാണ് പിണറായി വിജയന്റെ സർക്കാരിനെ. ആ സർക്കാരിലെ 13 മന്ത്രിമാരെ തോൽപ്പിച്ചു കളഞ്ഞു ജനം. എന്താണ് ഈ 5 വർഷത്തിനിടയിൽ പറ്റിയത്? 2021 വലിയ വിജയം നേടിയപ്പോൾ ഞാൻ അന്ന് ചെയ്ത വീഡിയോയുടെ തലക്കെട്ട് അജയ്യൻ വിജയൻ എന്നുള്ളതായിരുന്നു. അങ്ങനെ അജയ്യനായിരുന്ന വിജയൻ എങ്ങനെയാണ് പരാജയനായി മാറിയത്? അതിൻ്റെ തുടക്കം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ വലിയ ജനകീയ അംഗീകാരത്തിന് ശേഷം മന്ത്രിസഭ രൂപീകരിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ വോട്ട് നൽകി ജനങ്ങൾ ജയിപ്പിച്ച 16-21 ആരോഗ്യമന്ത്രിയായിരുന്ന കെ ശൈലജയെ മന്ത്രിസഭയിൽ എടുത്തേയില്ല. എല്ലാവരും പുതുമുഖങ്ങൾ വരട്ടെ എന്നുള്ളതായിരുന്നു ന്യായം. പക്ഷേ മുഖ്യമന്ത്രി പുതുമുഖമായും ഇല്ല. പുതിയ ടീം വന്നു. ഒന്നാം മന്ത്രിസഭയിൽ പരിചയസമ്പന്നരും പുതുമുഖങ്ങളും അടങ്ങിയ ഒരു കോമ്പിനേഷൻ ഉണ്ടായിരുന്നു. രണ്ടാം മന്ത്രിസഭയിൽ എല്ലാവരും പുതുക്കക്കാരായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു അധികാര കേന്ദ്രീകരണം എന്ന പ്രതീതിയാണ് ഉണ്ടായത്. മന്ത്രിമാരുടെ പരിചയക്കുറവും അതിൽ നിഴലിക്കുകയുണ്ടായി. അങ്ങനെ പോകുന്നതിനിടയ്ക്ക് സർക്കാരും ജനങ്ങളും തമ്മിൽ ആദ്യം മുഖാമുഖം വന്നത് കേരയിൽ വിഷയത്തിലാണ്. ഇപ്പോൾ ഒരു പൊതുഗതാഗത സംവിധാനം സർക്കാർ നടപ്പാക്കുന്നതിൽ ജനങ്ങൾ അങ്ങനെ വലിയ തോതിൽ അസ്വസ്ഥരാകേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ സംഭവിച്ചതെന്താ? കേന്ദ്രത്തിൻ്റെ അനുമതി പോലും കിട്ടാത്ത ഒരു പദ്ധതി ജനങ്ങളെ വിശ്വാസത്തിലെടുക്കാതെ അവരുടെ പറമ്പിൽ ഒരു ദിവസം കൊണ്ട് കല്ലിടുന്ന നിലയിലേക്ക് കാര്യങ്ങൾ വന്നു. ജനങ്ങളെ വിശ്വാസത്തിലെടുക്കുക എന്ന പ്രാഥമിക പാഠം മറന്നപ്പോൾ ജനങ്ങൾ തെരുവിലിറങ്ങി. അങ്ങനെ ജനങ്ങൾ തെരുവിലിറങ്ങിയപ്പോൾ കേരയിൽ വരും കേട്ടോ എന്ന് പറഞ്ഞ് അവരെ തല്ലി ഒതുക്കുകയാണ് ചെയ്തത്. ഒടുവിൽ ഇട്ട കല്ല് ജനങ്ങൾ പറിച്ച് തോട്ടിലിടുന്ന അവസ്ഥയുണ്ടായി. ജനങ്ങളെ വിശ്വാസത്തിലെടുക്കുകയോ അവരോട് സംസാരിക്കുകയോ അവരോട് കാര്യങ്ങൾ പറഞ്ഞ് ബോധിപ്പിക്കുകയോ ചെയ്യാതെ ഒരു വികസന പ്രവർത്തനം നടത്തണം എന്ന വാശിയുമായി മുന്നോട്ട് പോയപ്പോൾ വോട്ട് ചെയ്ത ജനം ആദ്യം പിണങ്ങി. ഇത് ഇത്ര വലിയ പ്രശ്നമാണ് എന്ന് മനസ്സിലാക്കിയത് ഈ ഗവൺമെന്റിന്റെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് പരീക്ഷണത്തിൽ, അതായത് 2022 തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിലാണ്. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ 1,00,000 വോട്ടിന് തോറ്റപ്പോൾ പണി പാളി എന്ന് മനസ്സിലായി. അതോടുകൂടി ഈ കേരയിൽ വരും കേട്ടോ എന്ന വാദത്തിന് അവിടെ ഫുൾ സ്റ്റോപ്പ് ഇട്ടു. അത് കഴിഞ്ഞ് എങ്ങനെയെങ്കിലും ഇമേജ് മേക്ക് ഓവർ നടത്തണം, ആ ആശയത്തിലാണ് നവകേരള സദസ്സ് പിറവിയെടുത്തത്. മുഖ്യമന്ത്രി സംസ്ഥാനത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ സഞ്ചരിക്കുന്നു, ജനങ്ങളെ കാണുന്നു. ഉമ്മൻചാണ്ടിയുടെ ജനസമ്പർക്കത്തിന്റെ ഒരു മാതൃക മുമ്പിലുണ്ട്. നല്ല ആശയമായിരുന്നു. പക്ഷേ ആ ആശയം നടപ്പാക്കിയത് പിഴച്ചുപോയി. പ്രതിപക്ഷ കക്ഷികൾക്ക് പ്രതിഷേധിക്കാനൊക്കെയുള്ള അവസരമുണ്ടല്ലോ. അവർ മുഖ്യമന്ത്രി യാത്ര നടത്തിയ സമയത്ത് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ കരികൊടി കാണിക്കാൻ എത്തിയതാണ്. കരികൊടി കാണിക്കാനെത്തിയ പ്രവർത്തകരെ കണ്ണൂരിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർ കയറി കൈകാര്യം ചെയ്തു. അത് പലയിടത്തും ആവർത്തിച്ചു. തീർത്തും ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഈ കാര്യത്തെ മുഖ്യമന്ത്രി തള്ളിപ്പറയും, അപലപിക്കും, ഇനി മേലാൽ പാടില്ല എന്ന് പറയുമെന്നാണ് എല്ലാവരും വിചാരിച്ചത്. അതിനെ മുഖ്യമന്ത്രി ന്യായീകരിച്ചു എന്ന് മാത്രമല്ല, അത് രക്ഷാപ്രവർത്തനമാണ് എന്ന് വിശദീകരിക്കുക പോലും ചെയ്തു. അതിൽ ജനങ്ങൾ കണ്ടത് വലിയൊരു ധാർഷ്ട്യമാണ്. കണ്ണൂർ മുതൽ ഇങ്ങോട്ട് എല്ലായിടത്തും ഇത് ആവർത്തിച്ചു. പാർട്ടിക്കാർ മാത്രമല്ല, പോലീസും ഈ യുവജന പ്രവർത്തകരെ കൈകാര്യം ചെയ്യാൻ തുടങ്ങി. എന്തിനും മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരെ വരെ നിഷ്ഠൂരമായി ചെറുപ്പക്കാരായിട്ടുള്ള യൂത്ത് കോൺഗ്രസ്സുകാരെയും യുവമോർച്ചക്കാരെയും ഒക്കെ തല്ലിച്ചതച്ചത് കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഉണ്ടായി. യഥാർത്ഥത്തിൽ ജനസമ്പർക്കം ലക്ഷ്യമിട്ട് നടത്തിയ പരിപാടി ഒരർത്ഥത്തിൽ ജനമർദ്ദനമായി മാറുകയും എന്താണോ അതിന്റെ ഉദ്ദേശശുദ്ധി അത് നടക്കാതെ വരികയും ചെയ്തു. ഈ മാമാങ്കങ്ങൾ വലിയ ഗുണഫലം ഉണ്ടാക്കും എന്ന ഏതോ ഐഡിയ ആണെന്ന് തോന്നുന്നു ഇതിന് പിന്നിൽ. ഇതിന് സമാനമായ വിധത്തിലുള്ള കുറേ പരിപാടികൾ, കുറേ മാമാങ്കങ്ങൾ, കോൺഫറൻസുകളുടെ, കോൺക്ലേവുകളുടെ, എന്തിന് മോഹൻലാലിനുള്ള പൗരാദരം എന്ന പേരിൽ പോലും ഇങ്ങനെ ഒരുപാട് പരിപാടികൾ നടത്തി. ഈ പരിപാടികൾ നടത്തുക എന്നുള്ളതിനപ്പുറത്ത് ഇതൊക്കെ ആരെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്, സാധാരണ ജനങ്ങൾ ഇതിനെ എങ്ങനെയാണ് ഉൾക്കൊള്ളുന്നത് എന്ന് സർക്കാർ മനസ്സിലാക്കിയേയില്ല. ജനങ്ങളിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. അപ്പോൾ അത് മനസ്സിലാക്കുകയും തിരുത്തുകയും ചെയ്യേണ്ടത് പാർട്ടിയാണ്. മുൻകാലങ്ങളിൽ അങ്ങനെയായിരുന്നു. പക്ഷേ
പിണറായി വിജയൻ മുഖ്യമന്ത്രിയായുള്ള പുതിയ കാലത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന് അങ്ങനെ ഒരു തിരുത്തൽ ശക്തിയാവാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, സർക്കാരിനെ ഡിഫെൻഡ് ചെയ്യുക, സർക്കാരിനെ തിരുത്തുക എന്ന ദൗത്യത്തിന് പകരം സർക്കാരിനെ ന്യായീകരിക്കുക എന്നുള്ളത് മുഖ്യ പാർട്ടി പ്രവർത്തനമായി മാറുകയും കൂടി ചെയ്താൽ പിന്നെ പറയേണ്ടതില്ലല്ലോ. അതിനിടയ്ക്ക് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ആരോപണം ഉയർന്നു. അത് മുഖ്യമന്ത്രിയുടെ മകൾ വിശദീകരിക്കേണ്ട ഒരു കാര്യമാണ്. അതിനെ മുഖ്യമന്ത്രി നിയമസഭയിൽ ന്യായീകരിച്ചു, അത് മനസ്സിലാക്കാം. കാരണം പ്രതിപക്ഷം ഒരു ആരോപണം ഉന്നയിച്ചാൽ, മുഖ്യമന്ത്രിക്കെതിരെ ആരോപണം ഉന്നയിച്ചാൽ മുഖ്യമന്ത്രി വിശദീകരിക്കണമല്ലോ. പക്ഷേ മുഖ്യമന്ത്രിയുടെ മകൾ ഒരു സ്വകാര്യ വ്യക്തിയായിരിക്കെ അതിനെ ന്യായീകരിക്കാൻ CPIM തന്നെ രംഗത്ത് വരികയും സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇതുമായി ബന്ധപ്പെട്ട് പത്രക്കുറിപ്പ് ഇറക്കുകയും ഒക്കെ ചെയ്യുന്നത് ജനങ്ങൾ കണ്ടു. അത് സാമാന്യം നല്ല അവമതിപ്പ് പൊതുസമൂഹത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇതൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണോ എന്ന ചോദ്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനെ പോലൊരു പാർട്ടിയെക്കുറിച്ച് ജനങ്ങൾക്ക് തോന്നുക എന്ന് പറയുന്നത് അഭൂതപൂർവമാണ്, മുൻപ് ഉണ്ടാകാത്തതാണ്. ഇതിനിടയ്ക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്വീകരിച്ച സമീപനം എന്ന് പറയുന്നത് ന്യൂനപക്ഷ വിഷയങ്ങളിൽ ഊന്നുക എന്നുള്ളതായിരുന്നു. അങ്ങനെ പൗരത്വ നിയമം കേന്ദ്രീകരിച്ച് വലിയ ഒരു ക്യാമ്പയിൻ നടത്തി. അതുണ്ടാക്കിയിട്ടുള്ള ഒരു പ്രതിഫലനം എന്ന് പറയുന്നത് വലിയ തോതിൽ ന്യൂനപക്ഷ പ്രീണനം എന്നൊരു തോന്നൽ ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കി. അതേസമയം ആരെയാണോ ടാർഗറ്റ് ചെയ്തത്, അത് മുസ്ലിം സമൂഹത്തെയാണ്. അവർക്ക് അതൊരു തന്തചമയലായിട്ടാണ് തോന്നിയത്. ഞങ്ങളല്ലാതെ നിങ്ങളെ ആരുണ്ട് രക്ഷിക്കാൻ എന്ന ലൈനിൽ നടത്തിയിട്ടുള്ള ക്യാമ്പയിൻ എന്തായാലും അമ്പെ പരാജയപ്പെട്ടു പോയി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വമ്പൻ പരാജയം ഉണ്ടായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വമ്പൻ പരാജയം ഉണ്ടായി എന്നുള്ളത് മാത്രമല്ല, മനസ്സിലാക്കിയ ഒരു കാര്യം, CPIMന്റെ കോർ വോട്ട് ബേസിൽ നിന്നൊരു വോട്ട് ഷിഫ്റ്റ് ഉണ്ടാകുന്നു. BJP പല മണ്ഡലങ്ങളിലും ഗെയിൻ ചെയ്യുന്നു എന്ന അവസ്ഥ വന്നു. ആറ്റിങ്ങൽ, കായംകുളം, കരുനാഗപ്പള്ളി, സാധാരണ നിലയിൽ CPMന് വളരെ ശക്തമായ സപ്പോർട്ട് ബേസുള്ള ഇടങ്ങളിൽ വോട്ട് ചോർച്ചയുണ്ടായി. BJPയിലേക്ക് വോട്ട് മൈഗ്രേഷൻ നടക്കുന്നു, അടിസ്ഥാന വോട്ടുകൾ ചോരുന്നു എന്നൊരു നില വന്നതോടുകൂടി CPM ആകെ സംഭ്രമിച്ചു. അപ്പോൾ എന്നാൽ ലൈനൊന്ന് മാറ്റിപ്പിടിക്കാം എന്ന് വിചാരിച്ചു. ഒന്ന്, കേരളത്തിലെ മതന്യൂനപക്ഷങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDFന് വോട്ട് ചെയ്യാറുണ്ട്, കോൺഗ്രസിന് വോട്ട് ചെയ്യാറുണ്ട്. ദേശീയ രാഷ്ട്രീയ പരിപ്രേക്ഷ്യത്തിലാണ്. അത് കേരളത്തിൽ മാത്രമുള്ള കാര്യമല്ല, അതൊരു പാൻ ഇന്ത്യൻ പ്രതിഭാസമാണ്. അത് ഏത് സംസ്ഥാനം എടുത്തു നോക്കിയാലും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടിംഗ് പാറ്റേൺ അങ്ങനെ തന്നെയായിരുന്നു. അത് കേരള സ്പെസിഫിക് ആയിട്ടുള്ളൊരു കാര്യമേ അല്ല. പക്ഷേ ആ കാര്യത്തിൽ ഒരു ഷിഫ്റ്റ് വരുത്താം എന്ന് മനഃപൂർവ്വം വിചാരിച്ചിട്ടാണോ എന്നറിയില്ല. രാഷ്ട്രീയ ലൈൻ പതുക്കെ ഒന്ന് മാറുന്നത് പിന്നീടുള്ള കാലത്ത് കണ്ടു. ഇതിനിടയിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയുടെ തോൽവിക്ക് ഇടയാക്കിയ മെയിൻ പ്ലെയർ രംഗപ്രവേശം ചെയ്യുകയാണ്. മറ്റാരുമല്ല, SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറത്തെക്കുറിച്ച്, മലപ്പുറത്ത് ജീവിതത്തെക്കുറിച്ച്, മുസ്ലിം ന്യൂനപക്ഷങ്ങളെക്കുറിച്ച് ഒക്കെ വിദ്വേഷജനകമായ പ്രസ്താവനകൾ ധാരാളം നടത്തി. പണ്ടൊക്കെ ആണെങ്കിൽ അത് വലിയ തോതിൽ അപലപിക്കപ്പെടും, കേസെടുക്കും. അങ്ങനെയുള്ള കീഴ്വഴക്കം 2016 പോലും ഉണ്ടായിട്ടുണ്ട്. KPCC പ്രസിഡന്റിന്റെ പരാതിയിൽ കേസെടുത്ത സംഭവം 153A IPC ചുമത്തി. പക്ഷേ ഇത്തവണ കേസും പുക്കാറും ഒന്നും ഉണ്ടായില്ല. പക്ഷെ എല്ലാവരും ഇത്തരത്തിൽ സമൂഹത്തിൽ അസ്വസ്ഥത ഉണ്ടാക്കുന്ന പരാമർശങ്ങൾ അപലപിക്കപ്പെടും എന്ന് വിചാരിച്ചു. അങ്ങനെ അപലപിക്കപ്പെട്ടില്ല എന്ന് മാത്രമല്ല, മുഖ്യമന്ത്രി അതിനെ ഒരു ഘട്ടത്തിൽ പരോക്ഷമായി ന്യായീകരിക്കുക പോലും ചെയ്തു. വെള്ളാപ്പള്ളി നടേശൻ സാമൂഹ്യ വിദ്വേഷം ഉണ്ടാക്കുന്ന പ്രസ്താവനയല്ല നടത്തിയത്, മുസ്ലിം ലീഗിനെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. യഥാർത്ഥത്തിൽ സാമൂഹ്യ വിദ്വേഷം ഉണ്ടാക്കുന്ന പരാമർശങ്ങളാണ് നടത്തിയത്. അതിനെ തള്ളിപ്പറയാതിരുന്നത്, അതിനെ പരോക്ഷമായി ന്യായീകരിച്ചത് ആ പരാമർശങ്ങളെ എൻഡോഴ്സ് ചെയ്യുന്നത് പോലെയായി, അല്ലെങ്കിൽ അങ്ങനെ ജനങ്ങൾക്ക് ഫീൽ ചെയ്തു. ഇത് ഒരു തവണയല്ല, പല തവണയായി വെള്ളാപ്പള്ളി നടേശന്റെ ഭാഗത്ത് നിന്ന് ആവർത്തിക്കപ്പെട്ടു. ഇതിനിടയ്ക്ക് വെള്ളാപ്പള്ളി നടേശന് സ്വീകരണ മാമാങ്കങ്ങൾ പല ജൂബിലികളുടെ പേര് പറഞ്ഞ് നടന്നു. അതിന് മുഖ്യമന്ത്രിയും മന്ത്രിമാരുമൊക്കെ ആശംസകൾ നേർന്നു, അതിഥികളായി പങ്കെടുത്തു. മതന്യൂനപക്ഷങ്ങൾക്ക് കിട്ടിയ ഒരു സിഗ്നൽ എന്ന് പറയുന്നത് വെള്ളാപ്പള്ളി നടേശൻ പറയുന്ന ന്യൂനപക്ഷ വിരുദ്ധമായ കാര്യങ്ങളെ മുഖ്യമന്ത്രിയും സംഘവും അംഗീകരിക്കുന്നു, അല്ലെങ്കിൽ അതിന് തുല്യം ചാർത്തുന്നു എന്ന നിലയിലാണ്. ആ ധാരണ തിരുത്താനുള്ള ഒരു നടപടിയും CPMോ മുഖ്യമന്ത്രിയോ സർക്കാരിലെ മന്ത്രിമാരോ ആരും നടത്തിയതായി കണ്ടില്ല. ഇതിനിടയിൽ പാർട്ടിക്കകത്തും ഉരുൾപൊട്ടലുകൾ ഉണ്ടായി. TV അൻവർ എന്ന CPMന്റെ സൈബർ സംഘത്തെ നയിച്ചിരുന്ന കക്ഷി നിരന്തരമായി വാർത്താ സമ്മേളനങ്ങളിലൂടെ വെടിപൊട്ടിച്ചു തുടങ്ങി. പോലീസ് സംഘപരിവാർ വൽക്കരിക്കപ്പെട്ടു എന്ന ആരോപണം അങ്ങേര് ഉന്നയിച്ചു. കുറേയധികം ഉദാഹരണങ്ങൾ നിരത്തി. അതിനോട്
സ്വീകരിച്ച സമീപനം ഒടുവിൽ അൻവറിന്റെ പുറത്താകലിലേക്ക് നയിച്ചു. ഇതൊക്കെ CPM വിശ്വസിച്ചിരുന്ന ജനവിഭാഗങ്ങൾക്കിടയിൽ തന്നെ വലിയ കൺഫ്യൂഷൻ ഉണ്ടാക്കി. ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടി മുഖ്യമന്ത്രി നടത്തിയ, പ്രത്യേകിച്ച് ഒരു ഇംഗ്ലീഷ് ദിനപത്രത്തിന് കൊടുത്ത അഭിമുഖം കൂനിന്മേൽ കുരു എന്നതുപോലെ കൂടുതൽ വിവാദങ്ങൾ ഉണ്ടാക്കുകയാണ് ചെയ്തത്. ചുരുക്കത്തിൽ വെള്ളാപ്പള്ളി നടേശനും PV അൻവർ തുറന്നുവിട്ട ഭൂതവും കൂടി ഇടതുപക്ഷം എന്നാൽ ന്യൂനപക്ഷ വിരുദ്ധമായ ഒരു സംഗതിയാണ് എന്നൊരു പ്രതീതി ഉണ്ടാക്കി. ഈ പ്രതീതിയെ ഏതെങ്കിലും തരത്തിൽ മാറ്റണം എന്നൊരു ചിന്ത CPM ഒരു നേതാവിനും ഉണ്ടായില്ല എന്ന് മാത്രമല്ല, പല നേതാക്കളുടെയും പ്രസ്താവനകൾ, AK ബാലനും A വിജയരാഘവനും അടക്കമുള്ള ആളുകൾ പറഞ്ഞ, സജി ചെറിയാൻ അടക്കമുള്ളവർ പറഞ്ഞ പല പ്രസ്താവനകളും ഇതിന് എണ്ണ പകരുന്നത് പോലെ ആവുകയും ചെയ്തു. അവിടെ ഒരു കോഴ്സ് കറക്ഷൻ ഉണ്ടായേയില്ല. അത് വലിയ തോതിൽ ന്യൂനപക്ഷങ്ങളെ അകറ്റി. ഇതിനിടയിൽ ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നു. ആ ഉപതെരഞ്ഞെടുപ്പുകളിൽ ചേലക്കര കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ ജയിച്ചതൊഴിച്ചാൽ UDF വമ്പിച്ച ഭൂരിപക്ഷത്തിന് വിജയിക്കുന്നുണ്ട്. ഇതൊക്കെ കൃത്യമായ ചില സിഗ്നലുകൾ നൽകുന്നുണ്ടായിരുന്നു. പക്ഷേ ആ സന്ദേശം വായിക്കാനോ ആ സന്ദേശം മനസ്സിലാക്കി ഒരു കോഴ്സ് കറക്ഷൻ വരുത്താനോ ഇടത് മുന്നണിയോ മുഖ്യമന്ത്രിയോ തയ്യാറായതേയില്ല. അങ്ങനെ മുന്നോട്ട് പോകുന്നതിനിടയ്ക്കാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വന്നത്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ തോൽവി ഇടത് മുന്നണി നേരിട്ടു. അപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തോൽവിയുടെ അടിസ്ഥാനത്തിൽ ഒരു പുനർവിചിന്തനം നടത്തും എന്ന് പല ആളുകളും വിചാരിച്ചു. അങ്ങനെ ഒരു പുനർവിചിന്തനം നടത്തിയില്ല എന്ന് മാത്രമല്ല, ചെയ്ത ഒരു കാര്യം എന്ന് പറയുന്നത് പ്രൊപ്പഗാൻഡ കൊണ്ട് സർക്കാരിൻ്റെ PRD മുഖേനയും കിഫ്ബി മുഖേനയും പരമാവധി പ്രൊപ്പഗാൻഡ നടത്തി ഈ വിഷയങ്ങളെ മാറ്റുക എന്നുള്ളൊരു സ്ട്രാറ്റജിയാണ് സ്വീകരിച്ചത്. ആ സ്ട്രാറ്റജി വിജയം കണ്ടില്ല എന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പാറ്റേണോട് കൂടി തന്നെ വ്യക്തമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ആ അന്തരീക്ഷത്തിന് കുറെ കൂടി ആക്കം പകരുന്ന വിധത്തിലാണ് അയ്യപ്പ സംഗമം നടത്തിയത്. അയ്യപ്പ സംഗമം നടത്താനുള്ള ലക്ഷ്യം ഇപ്പൊ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ജൂബിലി എന്നൊക്കെ പറഞ്ഞ ആണെങ്കിൽ പോലും ഭൂരിപക്ഷ ജനവിഭാഗങ്ങൾക്കിടയിൽ കുറെ കൂടി സ്വീകാര്യത എന്നൊരു പൊളിറ്റിക്കലായ ഒബ്ജക്റ്റീവ് കൂടി നിശ്ചയമായിട്ടും ഈ അയ്യപ്പ സംഗമത്തിന് ഉണ്ടായിരുന്നു. ഈ അയ്യപ്പ സംഗമം പോസിറ്റീവായി വിചാരിച്ച ഒരു കാര്യമാണ്. പക്ഷേ ഈ പോസിറ്റീവായി വിചാരിച്ച കാര്യത്തിൽ സംഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട വാഗ്വാദങ്ങൾ നടക്കുന്നതിനിടെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന ഒരു വിദ്വാൻ രംഗത്ത് വന്നത്. ദ്വാരപാലക ശില്പങ്ങൾക്ക് നൽകിയ താങ്ങുപീഠം കാണുന്നില്ല എന്ന് കക്ഷി പറഞ്ഞു. അന്വേഷണമായി ദേവസ്വം വിജിലൻസ് പരിശോധിച്ചു. ഇതിനിടെ ദേവസ്വം കാര്യങ്ങൾ നോക്കുന്ന ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇക്കാര്യത്തിൽ ഇടപെടുകയും അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തു. ആ അന്വേഷണത്തോടു കൂടി ശബരിമല സ്വർണ്ണക്കൊള്ള എന്നൊരു വലിയ വിവാദം സർക്കാരിനെ തന്നെ ഗ്രസിക്കുന്ന നിലയിലേക്ക് വന്നു. യഥാർത്ഥത്തിൽ ഈ അയ്യപ്പ സംഗമം നടത്തിയില്ലായിരുന്നുവെങ്കിൽ ശബരിമല സ്വർണ്ണക്കൊള്ള എന്ന അധ്യായമേ ഉണ്ടാകുമായിരുന്നില്ല. അവിടെ നിന്നാണ് എല്ലാത്തിൻ്റെയും തുടക്കം. അതേ ശബരിമല അയ്യപ്പ സംഗമത്തിന്റെ വേദിയിൽ വെച്ച് യോഗി ആദിത്യനാഥിന്റെ ആശംസ വായിക്കപ്പെട്ടു. അതും നേരത്തെ പറഞ്ഞ ന്യൂനപക്ഷങ്ങൾ അരക്ഷിതമായി നിൽക്കുന്ന അന്തരീക്ഷത്തിന് കൂടുതൽ എരിവ് പകർന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ അയ്യപ്പ സംഗമത്തിന്റെ വേദിയിലേക്കാണ് പിണറായി വിജയൻ വെള്ളാപ്പള്ളി നടേശനെ കാറിൽ ആനയിച്ചത്. അവിടേക്ക് മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് മാത്രമേ പ്രവേശനം ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശനെ കണ്ടപ്പോൾ അദ്ദേഹത്തെ കൂടി കാറിൽ കയറ്റിയതാണ് എന്ന വിശദീകരണം വന്നു. അത് ശരിയുമാണ്. യഥാർത്ഥത്തിൽ വെള്ളാപ്പള്ളി നടേശൻ എന്ന പ്രായമായ മനുഷ്യനെ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി കാറിൽ കയറ്റി എന്നുള്ളതല്ല പ്രശ്നം. പക്ഷെ അതൊരു ഫോട്ടോ ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. ആ ഇമേജ് എന്ന് പറയുന്നത് രണ്ടുപേർ ഒരു വാഹനത്തിൽ സഞ്ചരിച്ചു എന്നുള്ളതല്ല, ഒരാളുടെ വർഗീയതയ്ക്ക് മറ്റേയാൾ കുടപിടിച്ചു എന്ന വളരെ കാലമായുള്ള ആ തോട്ടിന് അടിവരയിടുന്ന ഒരു ഫോട്ടോ ഓപ്പർച്യൂണിറ്റിയോ ഒരു ഇമേജോ ആയി ആ സംഭവം മാറുകയാണ് ഉണ്ടായത്. ഇപ്പോൾ പലരും പറയുന്നുണ്ട് വെള്ളാപ്പള്ളി നടേശനെ മുഖ്യമന്ത്രി കാറിൽ കയറ്റിയതാണ് പ്രശ്നമായത് എന്ന്. യഥാർത്ഥത്തിൽ കാറിൽ കയറ്റിയതല്ല പ്രശ്നം, മറിച്ച് കുറെ കാലമായി നടത്തി വന്നിരുന്ന വിദ്വേഷ പ്രസംഗങ്ങളെ, വിദ്വേഷ പരാമർശങ്ങളെ എതിർക്കാതിരുന്നതും അതിനെ ഖണ്ഡിക്കാതിരുന്നതും അതിനെ പരോക്ഷമായി ന്യായീകരിക്കുക വഴി അതിനെ എൻഡോഴ്സ് ചെയ്തതുമായിരുന്നു യഥാർത്ഥത്തിലുള്ള പ്രശ്നം. ഇത് അതിൻ്റെ ഏറ്റവും ഒടുവിൽ സംഭവിച്ച ഒരു സംഭവം മാത്രമാണ്. അതേ തുടർന്നാണ് പോറ്റിയെ കയറ്റി എന്നുള്ള പാട്ടൊക്കെ ഈ അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് അതിനുശേഷമുണ്ടായിട്ടുള്ള സ്വർണ്ണക്കൊള്ള വിവാദത്തിലാണ് ഉണ്ടായത്. ഈ വിഷയത്തിൽ ആകപ്പാടെ പ്രതിരോധം ഉണ്ടാവുന്നതും ഒക്കെ കണ്ടു. ഇങ്ങനെ വിവാദ കലുഷിതമായി നിൽക്കുമ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയുന്നു. ജനുവരി മാസം ആകുമ്പോഴേക്ക് പുതിയ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള കാഹളം മുഴങ്ങുകയാണ്. അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ, എങ്ങനെ ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കാം? സിറ്റിംഗ് MLA-മാർക്ക് വലിയ പോപ്പുലാരിറ്റി ഉണ്ട്. ആ സിറ്റിംഗ് MLA-മാരുടെ പോപ്പുലാരിറ്റിയിൽ ജയിക്കുക എന്നുള്ളതായിരുന്നു ഇടതുമുന്നണിയുടെ പദ്ധതി.
30-ലധികം സിറ്റിംഗ് MLA-മാരെ പരാജയപ്പെടുത്തി എന്തായാലും UDF അധികാരത്തിൽ തിരിച്ചെത്താനാവില്ല എന്ന തിയറി പോലും നിർമ്മിക്കപ്പെട്ടു. ആ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ ആകെ ഡിസൈൻ ചെയ്യപ്പെട്ടത് പിണറായി വിജയൻ എന്ന ഒറ്റ ഒരാളിലാണ്. മറ്റാരുണ്ട് LDF അല്ലാതെ എന്നൊരു ടാഗ്ലൈൻ നിർമ്മിക്കപ്പെട്ടു. പിണറായി വിജയന്റെ മാത്രം പടമുള്ള ഹോർഡിങ്ങുകൾ കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നിരന്നു. പത്രമാധ്യമങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലും ശ്രവ്യമാധ്യമങ്ങളിലും സർക്കാരിന്റെ PR ക്യാമ്പയിൻ അതിന്റെ പാരമ്യത്തിലെത്തി. മറ്റാരുണ്ട് LDF അല്ലാതെ എന്നുള്ളതായിരുന്നു ടാഗ്ലൈൻ എങ്കിലും അതിന്റെ ആകെ തുക മറ്റാരുണ്ട് പിണറായി അല്ലാതെ എന്നുള്ളതായിരുന്നു. പിണറായി വിജയനിൽ മാത്രം കേന്ദ്രീകരിച്ച പിണറായി വിജയൻ എന്ന രക്ഷകൻ എന്ന ഇമേജ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു PR ക്യാമ്പയിനാണ് LDF നയിച്ചത്. ആ PR ക്യാമ്പയിൻ കൊണ്ട് എല്ലാ നെഗറ്റീവ്സും മറികടക്കാൻ കഴിയും എന്നവർ ഉറച്ചു വിശ്വസിച്ചു. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത് MLA-മാരുടെ പോപ്പുലാരിറ്റി അവരെ ചതിക്കില്ല എന്ന് വിശ്വസിച്ചു. മൂന്നാമത്തേത് ക്ഷേമ പ്രവർത്തനങ്ങളാണ്. ഇപ്പോൾ സർക്കാരിലെ പല മന്ത്രിമാരെ കുറിച്ചും പല വിമർശനങ്ങളുണ്ടെങ്കിലും ധനവകുപ്പ് മാനേജ് ചെയ്യാൻ KN ബാലഗോപാലിന് കഴിഞ്ഞിരുന്നു. ഇന്ത്യയിലെ ഈ സമീപകാലത്ത് നടന്ന തെരഞ്ഞെടുപ്പുകളിലൊക്കെ ക്ഷേമ പദ്ധതികൾ, പ്രത്യേകിച്ച് ഡയറക്റ്റ് ക്യാഷ് ട്രാൻസ്ഫർ നടത്തിയിട്ടുള്ള സർക്കാരുകൾക്കൊക്കെ തിരിച്ചു വരാനുള്ള അവസരം ഉണ്ടായിരുന്നു. അപ്പോൾ അവസാന വർഷം ക്ഷേമ പെൻഷൻ 2000 രൂപയാക്കി വർദ്ധിപ്പിച്ചു. സ്ത്രീകൾക്ക് 1000 രൂപയുടെ പുതിയ പദ്ധതി അവതരിപ്പിച്ചു. അതുപോലെ തന്നെ സ്കിൽഡ് ആയിട്ടുള്ള ആളുകൾക്കും യുവാക്കൾക്കുമായിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള പദ്ധതികൾ അവതരിപ്പിക്കപ്പെട്ടു. ഇങ്ങനെ ഡയറക്റ്റ് ക്യാഷ് ട്രാൻസ്ഫർ സ്കീമുകൾ എന്തായാലും വിജയം കൊണ്ടുവരും എന്ന ഒരു ഉറച്ച വിശ്വാസത്തിലേക്ക് ഇടതുമുന്നണി പോയി. അങ്ങനെയാണ് മാർച്ച് മാസത്തിൽ എന്തായാലും 2 ഗഡു ക്ഷേമ പെൻഷൻ 4000 രൂപ കയ്യിൽ വാങ്ങുന്ന ജനങ്ങൾ എന്തായാലും ഞങ്ങൾക്ക് വോട്ട് ചെയ്യുമല്ലോ എന്ന തോട്ടൊക്കെ വന്നത്, അങ്ങനെയൊക്കെയുള്ള ആലോചനകളൊക്കെ വന്നത്. പക്ഷേ കേരളത്തിലെ ജനങ്ങൾ ക്ഷേമ പദ്ധതികളെ അവരുടെ അവകാശമായിട്ടാണ് കാണുന്നത്, അതല്ലാതെ ഒരു സർക്കാർ ചെയ്യുന്ന ഔദാര്യമായിട്ടല്ല. അവസാന മാസങ്ങളിലാണ് വയനാട് ടൗൺഷിപ്പ്, അതുപോലെ തന്നെ പാലങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നത്. പക്ഷേ ഈവൻ വയനാട് ടൗൺഷിപ്പ് നിൽക്കുന്ന ഇപ്പം മുണ്ടക്കൈ, ചൂരൽമല മേഖലകളിലെ ബൂത്തുകൾ പരിശോധിച്ചാൽ പോലും അവിടെ ഇടതുമുന്നണിക്ക് വോട്ട് കുറവാണ്. ഈ ക്ഷേമ പദ്ധതികൾ, സർക്കാരിൻ്റെ ക്ഷേമ പദ്ധതികൾ, സർക്കാരിൻ്റെ സ്കീമുകൾ, അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ പദ്ധതികൾ, ഇതെല്ലാം ഔദാര്യമാണ് എന്ന നിലയിൽ എടുക്കുന്നവരല്ല കേരളം. മറിച്ച് അത് അവകാശമാണ്, സർക്കാരിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്, സർക്കാർ അത് ചെയ്യേണ്ടവരാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് ജനങ്ങൾ. ആ ജനങ്ങൾക്ക് മുകളിൽ ഞങ്ങളിതാ ഇത് ചെയ്തില്ലേ, ഞങ്ങളിതാ ഇത് ചെയ്യുന്നുണ്ട് കേട്ടോ എന്ന് ആവർത്തിച്ചത് യഥാർത്ഥത്തിൽ അരോചകമായി മാറിയിരുന്നു. ഈ അവസ്ഥയിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോയത്. അപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോയ സമയത്ത് പിണറായി വിജയനിൽ മാത്രം കേന്ദ്രീകരിച്ചുള്ള ഒരു പ്രചാരണം നടന്നു. പിണറായി അല്ലാതെ മറ്റൊരാളില്ല എന്ന ഒരു സന്ദേശം നൽകപ്പെട്ടു. പ്രായവും ആരോഗ്യവും പോലും പരിഗണിക്കാതെ സിറ്റിംഗ് MLA-മാരെ എല്ലാം വീണ്ടും മത്സരിപ്പിച്ചു. മിക്കവാറും സിറ്റിംഗ് MLA-മാരെ മത്സരിപ്പിച്ചു. അപ്പുറത്ത് 30 വയസ്സുള്ള AD തോമസും VT സൂരജും ഒക്കെ മത്സരിക്കുമ്പോൾ പ്രായം ചെന്ന പടക്കുതിരകൾ വിജയം കൊണ്ടുവരും, അവരവരുടെ മണ്ഡലങ്ങളിൽ അവർക്ക് വിജയം കൊണ്ടുവരാൻ കഴിയും എന്ന് ഇടതുമുന്നണി വിശ്വസിക്കുകയും ചെയ്തു. അങ്ങനെ ബ്രാൻഡ് പിണറായിയിൽ ഊന്നിയ ഒരു തെരഞ്ഞെടുപ്പാണ് LDF നയിച്ചത്. ആ തെരഞ്ഞെടുപ്പിനെ ജനം എങ്ങനെ കണ്ടു എന്നതിൻ്റെ ഉത്തരമാണ് 98-ൽ നിന്ന് 35-ലേക്കുള്ള വീഴ്ച. അപ്പോൾ അജയ്യനായിരുന്ന വിജയൻ എങ്ങനെയാണ് പരാജയനായത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ഈ കഴിഞ്ഞ 5 വർഷത്തെ പ്രവർത്തനങ്ങളാണ്. ഒന്ന്, അധികാര കേന്ദ്രീകരണം. യാതൊരു ചോദ്യത്തിനും ഇടയില്ലാത്ത വിധം ഞാനാണ് ശരി, ഞാൻ മാത്രമാണ് ശരി എന്ന വിശ്വാസം. ആ ശരികൾ PR ക്യാമ്പയിൻ വഴി ജനങ്ങളിലേക്ക് എത്തും. എതിരെ ഉയരുന്ന ഒരു ചോദ്യവും അംഗീകരിക്കേണ്ടതില്ല. ഞങ്ങൾ ജനങ്ങളോട് സംസാരിക്കുന്നുണ്ട്, ജനങ്ങൾക്ക് മനസ്സിലായിക്കൊള്ളും എന്ന ധാർഷ്ട്യത്തോടു കൂടിയുള്ള സമീപനം. ഇത് എങ്ങനെ ബാക്ക്ഫയർ ചെയ്യാമോ, ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ട് എങ്ങനെ ബാക്ക്ഫയർ ചെയ്യാമോ അത് സംഭവിച്ചത് നമ്മൾ കണ്ടു. ഇപ്പോൾ മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ് വേളയിൽ മാധ്യമങ്ങൾക്കെല്ലാം അഭിമുഖം കൊടുത്ത് സർക്കാരിൻ്റെ നേട്ടങ്ങളൊക്കെ വിവരിച്ചതിൻ്റെ തൊട്ടടുത്ത ദിവസമാണ് ഒരു പൊതുയോഗത്തിൽ സ്വന്തം പാർട്ടിയുടെ പ്രവർത്തകനോട് അത് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്ന പരാമർശം ഉണ്ടാകുന്നത്. തെരഞ്ഞെടുപ്പ് കാലത്ത് കേരളം മുഴുവൻ പ്രതിപക്ഷത്തിന് ഉപയോഗിക്കാൻ ശരിക്കും ആ ഒരൊറ്റ വാചകം മതിയായിരുന്നു, വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്ന ആ വാചകം. അധികാര പ്രമത്തതയുള്ള, സ്വേച്ഛാധിപത്യ പ്രവണതയുള്ള ഒരു തെരഞ്ഞെടുക്കപ്പെട്ട ഏകാധിപതിയായി പിണറായി വിജയനെ അവതരിപ്പിക്കുന്നതിൽ പ്രതിപക്ഷം വിജയിച്ചു. അതേ തോന്നൽ ശക്തിപ്പെടുത്തുന്ന നിലയിലായിപ്പോയി ഇടതുമുന്നണിയുടെ ക്യാമ്പയിൻ. അങ്ങനെ ഒരു വ്യക്തിയിൽ മാത്രം അധിഷ്ഠിതമായ, ഒരു വ്യക്തിയിൽ മാത്രം കേന്ദ്രീകരിച്ച് നടന്ന തെരഞ്ഞെടുപ്പ് അതിൻ്റെ ഏറ്റവും മോശം ഫലം നൽകിയതാണ് യഥാർത്ഥത്തിൽ ഇടതുമുന്നണിക്ക് സംഭവിച്ച കാര്യം. അപ്പോൾ എന്തുകൊണ്ട് നമ്മൾ തോറ്റു എന്ന ചോദ്യത്തിന്
ഇടതുമുന്നണിക്കാർ സ്വയം ചോദിക്കുന്ന ആ ചോദ്യത്തിൻ്റെ ഉത്തരം പിണറായി വിജയൻ്റെ കഴിഞ്ഞ 5 വർഷത്തെ ഭരണം എന്ന ഉത്തരം കൊണ്ടാണ് ആ ചോദ്യത്തെ പൂരിപ്പിക്കാൻ കഴിയുക.